10 ഗുണം എന്ന വിത്ത് ഗുണം 10 ഗുണമെന്നാണ്. മാതാപിതാക്കന്മാർ രണ്ടും അഹ്ലുബൈത്തിൽ പെട്ടവരാണ് എന്ന് മാത്രമല്ല ഇരുവരും പണ്ഡിതന്മാരും കൂടിയായിരുന്നു. കർഷക കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ഡിതന്മാരായിരുന്നു, വലിയ പണ്ഡിതന്മാരായിരുന്നു, വലിയ സൂഫികളും വലിയ ആരിഫ്യങ്ങളുമായിരുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അബൂ സാലിഹ് മൂസ ജംഗി ദോസ്ത് എന്ന് പറയുന്ന ആളാണ്. അബൂ സാലിഹ് മൂസ ജംഗി ദോസ്ത് എന്ന് പറയുന്ന അബൂ സാലിഹ് തങ്ങൾ ടൈഗ്രീസിൻ്റെ തീരത്ത് ഒരു ആശ്രമം, ഒരു മഠമുണ്ടാക്കി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈഗ്രീസിൽ ഇറങ്ങിയപ്പോൾ നദീതീരത്തേക്ക് വന്നപ്പോൾ ഒരു പഴം ഒഴുകി വരുന്നത് കൊണ്ട്, ഒരു ആപ്പിൾ പഴം, നല്ല വിശപ്പുണ്ട്, മത്രൂഖ് എന്ന് അതിനെ പറയുക, ഉപേക്ഷിക്കപ്പെട്ട സാധനം, ആളില്ലാത്ത സാധനം. അങ്ങനെ അത് ഒരു അന്വേഷിച്ചാരും വരികയില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനമാണെങ്കിൽ മത്രൂഖ് എടുത്ത് തിന്നൽ ഇസ്രായേലി ജായിസാണ്. അദ്ദേഹം ആ പഴമെടുത്ത് തിന്നെങ്കിലും അദ്ദേഹത്തിന് മനസ്സിൽ വലിയ സംശയമായി. ഇതേതെങ്കിലും പാവപ്പെട്ട ആളുടേതാണെങ്കിലും അയാളുടെ പൊരുത്തം അറിയാതെ ഞാൻ തിന്നുപോയല്ലോ, വാസ്തവത്തിൽ ശറയായിട്ട് ജായിസാണെങ്കിലും ഇത് ഒരു സൂക്ഷ്മതയ്ക്ക് നിരക്കാത്ത പണിയായി പോയി എന്ന ഒരു മനസാക്ഷിക്കുത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ സാലിഹ് മൂസ ജംഗി ദോസ്തിനുണ്ടായി. മഹാനായ തങ്ങളവറുകൾ ഒരു തോണി പിടിച്ച് മേൽപോട്ട് യാത്രയായി. ടൈഗ്രീസിൽ പോയി യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. തീർച്ചയായിട്ടും ഈ ആപ്പിൾ തോട്ടത്തിൽ നിന്നായിരിക്കണം ഈ ആപ്പിൾ വീണത്. ഒരു മരം പുഴയിലേക്ക് ചാഞ്ഞു ചെരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആപ്പിൾ തോട്ടം, ആപ്പിളിൻ്റെ ചെടി തീരത്തിനടുത്തുണ്ട്. അദ്ദേഹം തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു. സുബ്ഹാനല്ലാഹ്, തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അബ്ദുല്ലാഹി സൗമഴി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട വലിയ സയ്യിദും വലിയ ആലിമും വലിയ ആരിഫുമാണ്. അബ്ദുല്ലാഹി സൗമഴി തങ്ങൾക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ട്, നല്ല മുതലാളിയാണ്. അബ്ദുല്ലാഹി സൗമഴിയുടെ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വീണതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു പഴം എടുത്ത് തിന്നിട്ടുണ്ട്, അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അത് പൊരുത്തപ്പെടിപ്പിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ തങ്ങൾ പറയുന്നു, ഷെയ്ഖ് ജീലാനിയുടെ ഉപ്പ, അന്ന് ഷെയ്ഖ് ജീലാനി ജനിച്ചിട്ടില്ല, ഉമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല. അബ്ദുല്ലാഹി സൗമഴി മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മുൽ ഖൈർ ഫാത്തിമ, എൻ്റെ മകൾ ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമ എന്നാ പേര് വച്ചിട്ടുള്ളത്. ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമ എന്നാണ് ബീവിക്ക് പേര്. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് ഒരു ഭർത്താവ് വേണം. ആ ഭർത്താവിനെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന തഖ്വയുടെ ഉടമയാകണം. തീർച്ചയായിട്ടും ഇത് സൂക്ഷ്മതയുള്ള ആഖിറത്തിൽ ഉറച്ച വിശ്വാസമുള്ള മുഅ്മിനാണ്. ഈ മനുഷ്യനെ തന്നെയാണ് എൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടേണ്ടത്. ആവട്ടെ, ഒന്നുകൂടി പരിശോധിക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് തരാം, 2 കണ്ടീഷനുണ്ട്. കുറച്ച് കാലം എൻ്റെ തോട്ടത്ത് പണിയെടുക്കണം എന്നുള്ളു. രണ്ടാമത്തെ കണ്ടീഷൻ, എനിക്കൊരു മകളുണ്ട്, ആ മകളെ കല്യാണം കഴിക്കണം. ആ മകൾക്ക് സാധാരണമായ രീതിയിലുള്ള കണ്ണുമില്ല, കയ്യുമില്ല, കാലുമില്ല, അങ്ങനത്തെ ഒരു പെണ്ണാണ്, പെണ്ണിനെ കല്യാണം കഴിക്കണം. സ്തബ്ധനായിപ്പോയി. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ തങ്ങൾ സ്തബ്ധനായി. എന്താണ് ഈ പറയുന്നത്? എന്തിനാണ് ഈ മുടക്കാച്ചരക്ക് കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യമാണുള്ളത്? സാധാരണഗതിയിലുള്ള കണ്ണുമില്ല, കാലുമില്ല, കയ്യുമില്ലാത്ത ഒരു പെണ്ണിനെ എനിക്ക് എന്തിനാണ്? പക്ഷെ അദ്ദേഹം പറഞ്ഞു, കർക്കശമായിട്ട് പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞ ഉപാധി സ്വീകരിക്കണം. ഏതായിരുന്നാലും തൻ്റെ വയറ്റിലായ ആപ്പിള് പൊരുത്തപ്പെട്ട് കിട്ടണം. വളരെയധികം സൂക്ഷ്മതയുടെ ഉടമസ്ഥനായ ബഹുമാനപ്പെട്ട അബൂ സാലിഹ് തങ്ങൾ സമ്മതിക്കുന്നു. നിശ്ചിതമായ കാലയളവ് തൻ്റെ കോട്ടത്തിൽ പണിയെടുക്കുന്നു. എന്നിട്ടത് കഴിഞ്ഞിട്ട് മകളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു. തോട്ടത്തിലെ പണി എന്തിനാ? നിരീക്ഷണത്തിനാണ്. ഇദ്ദേഹത്തിൻ്റെ ചലന നിശ്ചലങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഴി തങ്ങൾ. സുബ്ഹാനല്ലാഹ്, അപ്പോഴല്ലേ ബോധ്യപ്പെട്ടത് ഇത് വലിയ മഹാനാണെന്നും വലിയ ഇബാദത്തുകാരനാണെന്നും. പകൽ മുഴുവനും നോമ്പാണ്, രാത്രി ഇബാദത്താണ്. സംസാരിച്ച് നോക്കുമ്പോൾ വലിയ വിവരസ്ഥനാണ്.
അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട് കൂടി വീട്ടിലേക്ക് അകത്തേക്ക് റൂമിലേക്ക് ഹണിമൂണിന് വേണ്ടി കടന്ന് ഉടനെ അദ്ദേഹം പുറത്തേക്ക് ചാടി പോകുകയാണ്. അമ്മൂസൻ പിടിച്ചു, എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ആള് മാറിയിട്ടുണ്ട്. റൂം മാറിയത് അല്ലെങ്കിൽ ആള് മാറിയത്, രണ്ടാലൊന്ന്. ഒന്നിക്ക് റൂം മാറിയതാണ് അല്ലെങ്കിൽ ആള് മാറിയതാണ്. നിങ്ങൾ പറഞ്ഞ മകളല്ല ആ റൂമിലുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സോമഴി പറഞ്ഞു, അത് തന്നെ മകൾ. നിങ്ങളുടെ മകൾക്ക് സാധാരണഗതിയിലുള്ള കണ്ണും കയ്യും കാലുമില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സോമഴി പറയുന്നു, ശരിയാണ്, എൻ്റെ മകൾക്ക് സാധാരണമായ കണ്ണില്ല. കാരണം എൻ്റെ മകൾ ഇതുവരെ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ല, അതിന് ഞാൻ സന്ദർഭം നൽകിയിട്ടില്ല. എൻ്റെ മകൾക്ക് സാധാരണമായ കൈയില്ല, അവളുടെ കൈ കൊണ്ട് ഇതുവരെ ഒരു ഹറാമ് സ്പർശിച്ചിട്ടില്ല. എൻ്റെ മകൾക്ക് സാധാരണമായ കാലില്ല, ഇതുവരെ ഹറാമിലേക്ക് അവൾ നടന്നിട്ടില്ല. ആ രീതിയിലുള്ള ശിക്ഷണശീലനങ്ങളോടുകൂടിയാണ് എൻ്റെ മകൾ ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമയെ ഞാൻ വളർത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, സന്തോഷം കൊണ്ട് ആനന്ദത്തുന്നിലനായി ബഹുമാനപ്പെട്ട അബൂ സാലിഹ് തങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള സാലിഹത്തായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി കുടുംബബന്ധം പുലരുകയാണ്. ആ ദാമ്പത്യ വല്ലരിയിൽ ബഹുമാനപ്പെട്ട അബൂ സാലിഹ് തങ്ങൾ ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമയുമായി ഉണ്ടായ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടി അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ.